പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ റിവ്യൂ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. വിലായത്ത് ബുദ്ധ ഞാൻ ഈ സിനിമ ഇന്നലെ കണ്ടു. ഇന്നലെ ഞാൻ ആ സിനിമ കണ്ടു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് കണ്ടത്. ഞാൻ ആ സിനിമയുടെ റിവ്യൂ ആണ് പറയുന്നത്. പേഴ്സണലി എനിക്ക് ആ സിനിമ എവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പൃഥ്വിരാജ് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നു എന്ന് ചോദിച്ചാൽ വന്നു. എന്നാൽ പൃഥ്വിരാജിന്റെ അഭിനയം നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. മീൻസ് പൃഥ്വിരാജിന്റെ ഒരു ഫൈറ്റിംഗ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫൈറ്റിങ്ങും അതുപോലെ ഡയലോഗ്സും പിന്നെ പഞ്ച് ഡയലോഗുകളും അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പടം പൃഥ്വിരാജിന്റെ അഭിനയത്തെ കുറിച്ച് കുറ്റം പറയാനൊന്നും എനിക്കില്ല. നല്ല അഭിനയമായിട്ടുണ്ട്. ഈ എമ്പുരാൻ സിനിമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും വളരെയധികം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമ. എമ്പുരാന്റെ അധികം അഭിനയമില്ലല്ലോ, ഇടി മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഈ വിലായത്ത് ബുദ്ധ എന്ന സിനിമ എനിക്ക് പൃഥ്വിരാജിന്റെ അഭിനയം എനിക്ക് ഇഷ്ടമാണ്. ഓൾറെഡി എനിക്ക് നല്ലൊരു അഭിനയം, നല്ലൊരു കഴിവുള്ള നടനാണ്, നല്ല കഴിവുള്ള നടനാണ്. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഷമ്മി തിലകന്റെ അഭിനയമാണ്. ഷമ്മി തിലകൻ അഭിനയിച്ചിട്ടുണ്ടോ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു തിലകന്റെ ഒരു റിഫ്ലക്ഷൻ ശരിക്കും അത് വന്നിട്ടുണ്ട്. അത് കണ്ടവർക്ക് അറിയാൻ പറ്റും. പൃഥ്വിരാജിനേക്കാളും ഒരു പടി മുകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനായിട്ടാണ് ഷമ്മി തിലകൻ ഈ സിനിമയിൽ എനിക്ക് ഞാൻ കണ്ടത്. കാരണം നല്ലൊരു സ്റ്റോറിയും ഉണ്ട്. എന്നാൽ ഒരു നല്ലൊരു കഥാപാത്രമാണ് ആ സിനിമയുടെ മെയിൻ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ ഷമ്മി തിലകനാണ്. പടത്തിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഒരു നായകന്റെ പോലെയുള്ള ഒരു വരവാണ് ഷമ്മി തിലകന് ഈ സിനിമയിലുള്ളത്. പൃഥ്വിരാജ് അത് കഴിഞ്ഞാണ് പൃഥ്വിരാജ് വരുന്നത്. പൃഥ്വിരാജാണ് സിനിമയുടെ ഹീറോയിസം. എന്നാലും ആ സിനിമയുടെ ഒരു നെഗറ്റീവും എന്നാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രവുമാണ് ഷമ്മി തിലകനുള്ളത് ഈ സിനിമയിൽ. പിന്നെ വേറെ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ഒരു പക്ഷെ ആ പടം ഒരു എവറേജ് ആയിട്ട് തന്നെ, അധികം നല്ല റിവ്യൂ ഒന്നുമില്ല. ഈ എക്കോ സിനിമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമ വിലായത്ത് ബുദ്ധ ഒരു പടി താഴെയാണ്. എക്കോ സിനിമയുടെ സ്റ്റോറി വളരെ നല്ലൊരു സ്റ്റോറിയുള്ള സിനിമയാണ് അത്. പിന്നെ അത് മാത്രമല്ല, അതിന്റെ ക്യാമറയും ലാൻഡ്സ്കേപ്പും വരെ വളരെ നല്ല മികച്ചതായിട്ടുള്ള എടുത്തിട്ടുള്ള സിനിമയാണ്. വിലായത്ത് ബുദ്ധ ഒരു എന്റർടൈൻമെന്റ് ആണ്, ഫാമിലി ആയിട്ട് കാണാൻ പോയി. നമ്മുടെ നാടൻ സിനിമ, നമ്മുടെ നാടൻ ചുറ്റുപാടും നാട്ടിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിലും എടുത്ത സിനിമയാണ് വിലായത്ത് ബുദ്ധ. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലുള്ളവർക്കും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയുള്ള സിനിമയാണത്. ഒരു സാധാരണക്കാരന് കാണാൻ പറ്റിയ സിനിമയാണ്.